ഹായ് കുട്ടികളെ, പ്ലസ് വണ്ണിലെ എക്കണോമിക്സിലെ ചാപ്റ്റർ 1, അതായത് സ്വാതന്ത്ര്യലബ്ധി വരെയുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മലയാളത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററാണ് സ്വാതന്ത്ര്യലബ്ധി വരെയുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകളാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതി വളരെ കുറവായിരുന്നു. രാജ്യത്തിൻ്റെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും നന്നേ കുറവായിരുന്നു. ദാദാഭായ് നവറോജി, VKRV റാവോ, വില്യം ഡിഗ്ബി, ഫിൻഡിലെ ഷിറാസ് എന്നിവരുടെ ദേശീയ വരുമാന കണക്കുകൾ ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റാണ് കാർഷിക മേഖലയുടെ പ്രത്യേകതകൾ. കുറഞ്ഞ ഉൽപ്പാദനക്ഷമത, കർഷകരെ ചൂഷണം ചെയ്യുന്ന ഭൂവുടമ സമ്പ്രദായം, പഴഞ്ചൻ സാങ്കേതിക വിദ്യകൾ, ജലസേചന സൗകര്യങ്ങളുടെ കുറവ്, കീടനാശിനികളുടെയും വളങ്ങളുടെയും കുറവ്, കർഷകരുടെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും, കൃഷിയുടെ വാണിജ്യവൽക്കരണം, 1947 ഇന്ത്യ വിഭജനം എന്നിവയായിരുന്നു കാർഷിക മേഖലയുടെ പ്രത്യേകതകൾ. അടുത്ത പോയിൻ്റാണ് വ്യാവസായിക മേഖലയുടെ പ്രത്യേകതകൾ. ഇന്ത്യൻ വ്യാവസായിക മേഖല പിന്നോക്കാവസ്ഥയിലായിരുന്നു. വ്യാവസായിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന നയമാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിലെ വ്യവസായങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക, ബ്രിട്ടനിലെ വ്യാവസായിക ഉൽപ്പന്നം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുക, ഇന്ത്യൻ വിപണി ബ്രിട്ടൻ്റെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണിയായി മാത്രം കാണുക, ചണം, കോട്ടൺ, ടെക്സ്റ്റൈൽസ് മുതലായ കുറച്ച് വ്യവസായങ്ങൾ മാത്രമാണ് അന്ന് പ്രോത്സാഹിപ്പിച്ചത്. മൂലധന വസ്തുക്കളുടെ വ്യവസായങ്ങൾ കുറവായിരുന്നു. ഇന്ത്യയിലെ കരകൗശല ഉൽപ്പാദന മേഖല പാടെ തകർന്നു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ വ്യവസായ നയവും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ മത്സരവുമായിരുന്നു കരകൗശല ഉൽപ്പാദന മേഖല തകരുവാനുണ്ടായ കാരണങ്ങൾ. വ്യാവസായിക മേഖലയിൽ തൊഴിലവസരങ്ങൾ നന്നേ കുറവായിരുന്നു. വ്യാവസായിക മേഖലയുടെ GDPയിലേക്കുള്ള സംഭാവനയും വളരെ കുറവായിരുന്നു. അടുത്ത പോയിൻ്റാണ് ജനസംഖ്യാ സവിശേഷതകൾ. 1921 മുതൽ 1921 വരെ ഇന്ത്യൻ ജനസംഖ്യാ പരിവർത്തനത്തിൻ്റെ ഒന്നാം ഘട്ടത്തിലായിരുന്നു. അതായത് ഉയർന്ന ജനന നിരക്കും ഉയർന്ന മരണനിരക്കും. 1921 മുതൽ രണ്ടാം ഘട്ടത്തിലായിരുന്നു. അതായത് ഉയർന്ന ജനന നിരക്കും താണ മരണനിരക്കും. സാക്ഷരതാ നിരക്ക് വളരെ കുറവായിരുന്നു. സ്ത്രീ സാക്ഷരതാ നിരക്കും കുറവായിരുന്നു. പ്രതീക്ഷിത ആയുസ് കുറവായിരുന്നു. ശിശുമരണ നിരക്ക് കൂടുതലായിരുന്നു. ആരോഗ്യ സംവിധാനങ്ങളൊക്കെ മോശമായിരുന്നു. ജനങ്ങൾ ദരിദ്രരായിരുന്നു. അടുത്ത പോയിൻ്റാണ് വിദേശ വ്യാപാര മേഖലയുടെ പ്രത്യേകതകൾ. ഇന്ത്യയിലെ കാർഷികോൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് അസംസ്കൃത വസ്തുക്കളായി കയറ്റുമതി ചെയ്തു. ഇന്ത്യൻ വിപണി ബ്രിട്ടൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണിയായി മാത്രം മാറി. വിദേശ വ്യാപാരം ബ്രിട്ടന് അനുകൂലമായി. 1869 സൂയസ് കനാൽ തുറന്നതോടെ ബ്രിട്ടന് ഇന്ത്യയുമായുള്ള വ്യാപാരം എളുപ്പവും ചെലവ് കുറഞ്ഞതുമായി. വിദേശ വ്യാപാരം മിച്ചം ബ്രിട്ടൻ 2 കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തി. യുദ്ധച്ചിലവുകൾ നികത്താനും ഇന്ത്യയിലെ ബ്രിട്ടൻ്റെ ഭരണ ചിലവ് നികത്താനുമാണ് ചെലവഴിച്ചത്. അടുത്ത പോയിൻ്റാണ് തൊഴിൽ ഘടനയുടെ സവിശേഷതകൾ. രാജ്യത്തെ ഉൽപ്പാദന മേഖലയിലേക്കുള്ള തൊഴിൽ ശക്തിയുടെ വിതരണമാണ് തൊഴിൽ ഘടന സൂചിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ കാർഷിക മേഖലയിലായിരുന്നു. അതായത് കൃഷി എന്ന് പറയുന്ന മേഖലയിൽ 70 മുതൽ 75% വരെയും, വ്യാവസായിക മേഖലയിൽ 10% വരെയും, സേവന മേഖലയിൽ 15 മുതൽ 20% വരെയുമായിരുന്നു തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. തൊഴിൽ ഘടനയിൽ പ്രാദേശിക അസമത്വം നിലനിന്നിരുന്നു. മദ്രാസ് പ്രസിഡൻസി, മഹാരാഷ്ട്ര തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ പേരും വ്യാവസായിക സേവന മേഖലകളിൽ തൊഴിൽ ചെയ്തപ്പോൾ രാജസ്ഥാൻ, പഞ്ചാബ്, ഒഡീഷ മുതലായ സംസ്ഥാനങ്ങൾ കൂടുതൽ പേരും തൊഴിൽ ചെയ്തത് കാർഷിക മേഖലയിലായിരുന്നു. അടുത്ത പോയിൻ്റാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രത്യേകതകൾ. ബ്രിട്ടീഷ് ഭരണം സുഗമമാക്കുന്നതിനും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഇന്ത്യയിലെ കമ്പോളം മെച്ചപ്പെടുത്തുവാനുമായിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചത്. ഉൾനാടൻ ജലഗതാഗതത്തെ പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യയിൽ പോസ്റ്റ് ഓഫീസ്, ടെലഗ്രാഫ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, റെയിൽവേ മുതലായ ബ്രിട്ടീഷുകാർ ആരംഭിച്ചു. 1850 ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത്. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, എന്താണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം? ഫ്രാങ്ക് നോട്ടസ്റ്റിൻ എന്ന വിദഗ്ധൻ ആവിഷ്കരിച്ചതാണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം. സാമ്പത്തിക വികസനവും ജനസംഖ്യാ വളർച്ചയും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്ന ഒന്നാണ് ഇത്. ഇത് പ്രകാരം ഏതൊരു രാജ്യത്തിൻ്റെയും ജനസംഖ്യ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ആദ്യ ഘട്ടം എന്ന് പറയുന്നത്
കാർഷിക സമ്പദ് വ്യവസ്ഥയുള്ള അവികസിത രാജ്യമായിരിക്കും ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. ജനനനിരക്കും മരണനിരക്കും വളരെ ഉയർന്നതായിരിക്കും. സാമ്പത്തിക വളർച്ചാ നിരക്ക് കുറവായിരിക്കും. ജനസംഖ്യാ നിരക്ക് വർദ്ധിക്കുന്നില്ല. ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും കുറവായിരിക്കും. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് വികസ്വര സമ്പദ് വ്യവസ്ഥയിലായിരിക്കും ഈ ഘട്ടം സംഭവിക്കുന്നത്. മരണനിരക്ക് കുറയുന്നു. ജനന നിരക്ക് തുടർച്ചയായി കൂടുന്നു. ഇത് ജനസംഖ്യാ വർധനത്തിൽ എത്തിച്ചേരുന്നു. ദേശീയ വരുമാനത്തിൽ വർധനവുണ്ടാക്കുന്നു. പ്രതിശീർഷ വരുമാനത്തിൽ കുറവ് വരുന്നു. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് വികസിത സമ്പദ് വ്യവസ്ഥയിലാണ് ഈ ഘട്ടം സംഭവിക്കുന്നത്. ജനന നിരക്കും മരണനിരക്കും കുറയുന്നു. ജീവിത നിലവാരം ഉയരുന്നു. അടുത്തത് തൊഴിൽപരമായ ഘടന. വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി എടുക്കുന്നവരുടെ എണ്ണമാണ് തൊഴിൽപരമായ ഘടന എന്നതിൻ്റെ അർത്ഥം. തൊഴിൽ മേഖലകളെ നമുക്ക് 3ആയി തരംതിരിക്കാം. പ്രാഥമികം അല്ലെങ്കിൽ കാർഷിക മേഖല, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനവൽക്കരണം, മത്സ്യബന്ധനം, കരിങ്കൽ ക്വാറികൾ എന്നിവ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തേതാണ് ദ്വിതീയം അല്ലെങ്കിൽ വ്യാവസായിക മേഖല. ചെറുതും വലുതുമായ എല്ലാ വ്യവസായങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ ഈ മേഖലയിൽ വരുന്നു. മൂന്നാമത്തേത് തൃതീയം അല്ലെങ്കിൽ സേവന മേഖല. ഗതാഗതം, വാർത്താവിനിമയം, വ്യാപാരം, വാണിജ്യം, ബാങ്കിംഗ്, ഇൻഷുറൻസ്, വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം ഇവയെല്ലാം തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, കൊളോണിയൻ ഭരണകാലത്തെ അതിപരിമിതമായ സാമ്പത്തിക വികസനം എന്തെല്ലാമായിരുന്നു? ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏറെക്കുറെ വികസിതവും സ്വയം പര്യാപ്തവും ആയിരുന്നു. ഇന്ത്യയിലെ മുഖ്യ സാമ്പത്തിക പ്രവർത്തനം കൃഷിയായിരുന്നു. പരുത്തി, സിൽക്ക്, ലോഹങ്ങൾ, രത്നക്കല്ലുകൾ, മാർബിളുകൾ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള കരകൗശല പ്രവർത്തനങ്ങളിൽ ഇന്ത്യ അക്കാലത്ത് ലോകപ്രസിദ്ധമായിരുന്നു. ഡാക്ക, മസ്ലിൻ, കാലിക്കോ, കാശ്മീർ ഷോൾ തുടങ്ങിയ പ്രസിദ്ധമായ തുണിത്തരങ്ങൾക്ക് ലോകത്ത് എല്ലായിടത്തും വിപണിയുണ്ടായിരുന്നു. അടുത്തത് ബ്രിട്ടീഷുകാരുടെ ദ്വിമുഖ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്കുള്ള ഉറവിടമായി ഇന്ത്യ ഉപയോഗിക്കുക, ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾക്കായുള്ള ഒരു വിപണിയായി ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുക എന്നിവയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ദ്വിമുഖ ലക്ഷ്യങ്ങൾ. അടുത്തത് ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ദ്വിമുഖ ലക്ഷ്യങ്ങൾ കൊണ്ടുണ്ടായ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ലക്ഷ്യങ്ങൾ ബ്രിട്ടീഷ് താൽപ്പര്യങ്ങൾക്ക് അനുകൂലവും ഇന്ത്യൻ താൽപ്പര്യങ്ങൾക്ക് ഹാനികരവുമായിരുന്നു. ഇന്ത്യൻ കുടിൽ വ്യവസായങ്ങളെ ഈ നയം പാടെ നശിപ്പിച്ചു. ആയിരക്കണക്കിന് ഇന്ത്യക്കാരുടെ ഉപജീവന മാർഗങ്ങളെ ദോഷകരമായി ബാധിച്ചു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സ്തംഭനാവസ്ഥയിലാക്കി. ഇന്ത്യയുടെ GDPയിൽ മേൽഗതി ഉണ്ടായില്ല. ഇന്ത്യയുടെ ദേശീയ വരുമാനവും ആളോഹരി വരുമാനവും കണക്കാക്കാൻ ബ്രിട്ടൻ മുതിർന്നില്ല. നികുതി പിരിക്കൽ കൂടുന്തോറും ഭക്ഷ്യധാന്യവില ഇടിഞ്ഞുകൊണ്ടിരുന്നു. ഗ്രാമീണ കടബാധ്യത പെരുകിയതോടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർന്നു. കാർഷികോൽപാദനക്ഷമത കുറഞ്ഞതിനാൽ കർഷകരുടെ വരുമാനവും വളരെ കുറവായിരുന്നു. ചൂഷണാത്മകമായ ലാൻഡ് സെറ്റിൽമെൻറ്റ് സമ്പ്രദായം, വളരെ മോശമായ സാങ്കേതിക വിദ്യകൾ, വളരെ കുറച്ചു മാത്രം വളം ചേർക്കൽ കൃഷിക്ക്, ജലസേചന സൗകര്യത്തിൻ്റെ അഭാവം, കൃഷിയുടെ വാണിജ്യവൽക്കരണം, 1947 ഇന്ത്യ വിഭജനം ഇവയൊക്കെയായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ദ്വിമുഖ ലക്ഷ്യങ്ങൾ കൊണ്ടുണ്ടായ ദോഷഫലങ്ങൾ. ഇനി ബ്രിട്ടീഷ് ഭരണകാലത്തെ ചില പ്രധാന വ്യവസായങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇരുമ്പുരുക്ക് വ്യവസായം, പരുത്തി, ചണം വ്യവസായങ്ങൾ, പഞ്ചസാര, സിമൻറ്റ്, കടലാസ് എന്നിവയുടെ വ്യവസായം, റെയിൽവേ, വാർത്താവിനിമയം, തുറമുഖം എന്നിവയൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പരിമിതപ്പെടുത്തി. പൊതുമേഖലയുടെ പ്രവർത്തനമൊക്കെ ഈ ബ്രിട്ടീഷ് ഭരണകാലത്തെ പ്രധാന വ്യവസായങ്ങളായിരുന്നു. അടുത്തത് ബ്രിട്ടീഷ് ഭരണകാലത്തെ കൃഷിയിലെ സ്തംഭനാവസ്ഥ അല്ലെങ്കിൽ കാർഷിക രംഗത്തുണ്ടായ സ്തംഭനാവസ്ഥയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ബ്രിട്ടീഷുകാർ അനുവർത്തിച്ച നയങ്ങളും കാർഷിക സംവിധാനവും കാർഷിക രംഗത്തെ സ്തംഭനാവസ്ഥയിലാക്കി. കർഷകരെ കടക്കെണിയിൽ വീഴ്ത്തുകയും ഭൂരഹിത കർഷക തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. പോഷകാഹാരക്കുറവ്, ക്ഷാമം, പകർച്ചവ്യാധികൾ എന്നിവ മൂലം ഒട്ടേറെ പേര് മരിച്ചു. കർഷകരുടെ നികുതി പിരിച്ചെടുക്കുക എന്നത് മാത്രമായിരുന്നു ബ്രിട്ടീഷുകാരുടെ അടിസ്ഥാന നയം. നികുതി അടയ്ക്കാൻ വേണ്ടി അനേകം പേര് ഭൂമി കിട്ടിയ വിലയ്ക്ക് വിൽക്കാൻ നിർബന്ധിതരായി. അടുത്തതാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ പ്രമുഖൻ ആരായിരുന്നു. കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് അടുത്തത് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ പ്രമുഖൻ ആരായിരുന്നു? ദാദാഭായ് നവറോജി. രണ്ടാമത്തെ ഒരു പോയിന്റാണ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സമ്പ്രദായം ആദ്യം നടപ്പിലാക്കിയത് ബംഗാൾ പ്രവിശ്യയിലാണ്. ഇത് ജമീന്ദാരി സമ്പ്രദായം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് കോൺവാലിസ് പ്രഭു ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂവ്യവസ്ഥയാണ് ജമീന്ദാരി സമ്പ്രദായം. കൃഷി നടത്തുന്ന ആളിനെ പറയുന്ന പേരാണ് റയറ്റ് അല്ലെങ്കിൽ കർഷകൻ. വെല്ലസ്ലി പ്രഭു ബംഗാൾ മാതൃകയിൽ ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കിയ സമ്പ്രദായമാണ് മഹൽവാരി സമ്പ്രദായം. ഇന്ത്യയുടെ വ്യവസായവൽക്കരണത്തിൻ്റെ ആചാര്യനായിരുന്ന ജംഷഡ്ജി ടാറ്റ 1907 ബീഹാറിലെ ജംഷഡ്പൂരിലാണ് ടിസ്കോ കമ്പനി സ്ഥാപിച്ചത്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായും പഠിക്കാനുള്ളത്. എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു.